ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടെ വീടൊക്കെ ചുറ്റി കണ്ടു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. എന്നിട്ട് അതിൻ്റെ ഓണറുടെ അടുത്തേക്ക് ചെന്നു. ആ സാറ് ചോദിച്ചു, വീടൊക്കെ ഇഷ്ടമായെന്ന് വെച്ചു. പിന്നെ ഇഷ്ടമായി സാർ, ഈ വീട് ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് ശ്രുതി പറയാം കേട്ടോ. ആ സമയം പൂർണ്ണ മനസ്സോടെ അല്ല ഞങ്ങളിത് വിൽക്കുന്നതെന്നും ഞങ്ങളുടെ ലൈഫ് തുടങ്ങിയത് ഇവിടെ നിന്നാണെന്നും ആ സാറ് പറയുക. എൻ്റെ ബിസിനസ് ദുബായിലാണ്, ഞാനും വൈഫും അവിടെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്നുകൊണ്ടേ ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. ശരി 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 എന്നും പറഞ്ഞുകൊണ്ട് സൂതിയിരിക്കുക. പിന്നെ സാർ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനത്തെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇവരോട് പറയണു. അതുപോലെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം കാണിക്കുവാണ്. ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ എന്ന് ഇവരത് നോക്കിയപ്പോൾ ഈ സാറ് ചോദിക്കുക, നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ, ഡൗട്ടൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണെന്ന് ശ്രുതി പറഞ്ഞു. ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ സ്ഥലത്തിനും വീടിനും ഏകദേശം 5 കോടി രൂപയെങ്കിലും വില വരുന്നതാണെന്ന കാര്യം ഇദ്ദേഹം പറയാം. നിങ്ങളെനിക്ക് 3 കോടി രൂപ തന്നാൽ മതിയെന്ന് പറയുമ്പം അതെന്താ സാർ ഇത്രയും വില കുറച്ചൊക്കെ തരുന്നേ? ഈ വീടിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ? അന്നേരം അയ്യോ അല്ല, വീടിന് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ, ഞങ്ങൾ ഈ വീട് എടുത്തിട്ട് കുറച്ചായി, അപ്പം ഞങ്ങൾക്ക് ചിലവായത് 2 കോടി രൂപയാണെന്നും പിന്നെ ഇപ്പം 5 കോടി കിട്ടുമെങ്കിലും ഞങ്ങൾക്കത് വേണ്ട എന്നും അധികമായി 1 കോടി മതിയെന്നും അദ്ദേഹം പറയുവാണ്. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുന്നു. പിന്നെ കാശല്ലല്ലോ വലുതെന്നാ മേഡവും പറഞ്ഞു. ഞങ്ങൾക്കതിനോട് ഹാർത്തിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് എൻ്റെ ചേട്ടൻ ചെയ്യുന്നതെന്നൊക്കെ ആ ചേച്ചി പറയാം. പിന്നെ പ്രോഫിറ്റിൽ പകുതിയും ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് തന്നെ. അപ്പോൾ കാശ് കൂട്ടി വെച്ച് ഞങ്ങളെന്ത് ചെയ്യാനാണെന്നും ആ ചേട്ടൻ സാറ് ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും ചിരിക്കുന്നു. ഏതായാലും വലിയ മനസ്സാട്ടോ നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളതെന്നൊക്കെ ശ്രുതി അവരെ പൊക്കി വിടുവാണ്. എന്ന് പറഞ്ഞവരും ഇരിക്കുന്നു. അപ്പോൾ 3 കോടി അത് നമുക്കതൊന്ന് ഫിക്സ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിയും കൂടെ ഇങ്ങനെ നോക്കുക. അത് സാർ, അത് എന്നെക്കൊണ്ട് ഇപ്പോൾ 3 crores ഉടനെ തരാൻ കഴിയില്ല എന്ന് ശ്രുതി പറയണു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എനിക്കിതിന് വേണ്ടി ബാങ്ക് ലോൺ ട്രൈ ചെയ്യണമെന്നും അതിന് സാർ എനിക്ക് കുറച്ച് സമയം തരണമെന്നും പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. കുറച്ച് ടൈം തന്നാലേ ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നും ശ്രുതിയും പറഞ്ഞു. അപ്പോൾ സാറും മേഡവും കൂടി ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു 50 lakhs ആദ്യം തരാൻ പറഞ്ഞു. ബാക്കി 6 മാസത്തിനകം മതിയെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ, സർ 50 lakhs സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയും കൂടി ഇങ്ങനെ ചെവിയിൽ എന്തൊക്കെയോ പറയും. അപ്പോൾ അവരിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അന്നേരം ശ്രുതി, സർ ഞങ്ങളൊരു 30 lakhs തരാം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. 30 lakhs, അപ്പം ശരി, 30 ലക്ഷം ആദ്യം, ബാക്കി 2 കോടി 70 ലക്ഷം 6 മാസത്തിനകം തരണമെന്ന് പറഞ്ഞു. അപ്പം ഷുവർ സാർ, ഉറപ്പായിട്ടും തരാം സാർ, ഒരു മാറ്റവും ഇല്ല, എനിക്ക് ലോൺ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ വീടിൻ്റെയും പ്രോപ്പർട്ടിയുടെയും പേപ്പേഴ്സും ഒക്കെ ഒന്ന് വേണമായിരുന്നു പറഞ്ഞപ്പം അതിൻ്റെ പ്രൊസീജിയറൊക്കെ എനിക്കറിയാം, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് സാറ് പറഞ്ഞു. ശ്രുതി, നിൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് കാണിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കാണിക്കാനോ, അവരെയും കൂട്ടി വന്ന് 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ താമസം എങ്ങനെയാണെന്നൊക്കെ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തരാട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഓക്കെ മേഡം, താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ടിരിക്കണോ ശ്രുതി. അപ്പോൾ എന്തായാലും ഇവരുടെ ബംഗ്ലാവിലേക്ക് അവരെ വിളിക്കുകയാണ്. ഇപ്പം എനിക്കൊരു 5 ലക്ഷം രൂപ അഡ്വാൻസ് തരണമെന്ന് പറഞ്ഞു. അതൊക്കെ തരാൻ സാർ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ബാക്കി 25 ലക്ഷം രൂപ ഫാമിലിയായിട്ട് താമസിക്കാൻ വരുന്നതിൻ്റെ അന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു 4-5 ദിവസത്തിനകം വേണം, വൈകരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം ഇല്ല വൈകില്ല സാർ, ഒട്ടും വൈകില്ല, എല്ലാം സാറ് പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ഞങ്ങളെല്ലാം ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ സുനിതേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മേഡം കുടിക്കാനൊക്കെ എടുത്തു. പിന്നെ ഇവർ കുടിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പോരുവാണ്. ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ ആരെയോ ഫോണിലൊക്കെ വിളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞാൽ വരുന്നത്. അയ്യോ, ശ്രുതിയും കൂടെ തുള്ളിച്ചാടി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാം. അപ്പോൾ കെട്ടിപ്പിടുത്തമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം കമ്മീഷൻ തരാൻ പറഞ്ഞു. ഞാനതൊക്കെ തരാം എൻ്റെ ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ശ്രുതി എന്നാ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോകുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ അവിടെ വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ ആ ചേച്ചിയും വന്നു. സുനിതേ എന്നും പറഞ്ഞാൽ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. നമ്മുടെ പ്ലാൻ സക്സസ് ആയെന്നും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മണ്ടൻ തന്നെ വന്നു വീണു എന്നും ഈ ചേട്ടൻ പറയുമ്പോൾ അതെ, എന്തു പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി പിന്നെ 30 ലക്ഷം രൂപ അവൻ തരും, കാശ് കിട്ടിയാൽ ഉടനെ ഈ വീടിൻ്റെ ഓണറിൻ്റെ അടുത്ത് എന്ന് ഒഴിയുന്നു എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 1.5 ലക്ഷം രൂപയും കൊടുത്തിട്ട് നമുക്ക് സ്ഥലം വിടണമെന്നാണ് ചേട്ടൻ പറയാ.
ആ അവന് പിന്നെ നമ്മൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയരുതെന്ന് പറയുമ്പം അതെ, ബാംഗ്ലൂരിൽ നമ്മൾ ഇതുപോലൊരു വാടക വീട് നോക്കി വെച്ചിട്ടില്ലേ, അവിടെ ചെന്ന് നമുക്ക് അടുത്തേറിയെ പിടിക്കാമെന്ന് പറഞ്ഞു. അതെ അതെ, വിചാരിച്ചതിലും വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. ഇന്നിത് നമുക്കൊന്ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ നിന്നങ്ങ് തുള്ളുവാണ്. ദേ കിടക്കുന്ന ചട്ടിയങ്കല ശ്രുതിയുടെ 1 കോടി രൂപ ദേ കിടക്കും. 30 ലക്ഷം രൂപയും പോകും. 1 കോടിക്ക് മുമ്പ് തന്നെ 30ഉം എല്ലാം കൂടെ കൂട്ടി വെച്ചതും കൂടെ എല്ലാം പോകും ഇപ്പം തന്നെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രേവതി അമ്പലത്തിലേക്കോ സ്കൂളിലേക്കോ ഓഡിറ്റോറിയത്തിലേക്കോ അങ്ങാണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നു, ആ ചേട്ടനെ കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പം രേവതി ഡെക്കറേഷനൊക്കെ നന്നായിരുന്നു കേട്ടോ, പാർട്ടിക്ക് നന്നായത് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് ആ ചേട്ടൻ പറയാം. അപ്പം സാറും നല്ല അഭിപ്രായം പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ആണ് സാർ, താങ്ക് യു. അപ്പോൾ എന്നെ വിശ്വസിച്ച വർക്ക് ഏൽപ്പിച്ച നിങ്ങൾ 2 പേരോടും ഒത്തിരി നന്ദിയുണ്ടെന്ന് രേവതി പറയുമ്പം കുറേ പേര് രേവതിയുടെ നമ്പർ വാങ്ങി പോയിട്ടുണ്ടെന്നുള്ള കാര്യം ചേട്ടൻ പറയാം. പിന്നെ അവരൊക്കെ രേവതി വിളിക്കും കേട്ടോ, ഒത്തിരി ഓർഡറും രേവതിക്ക് കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ രേവതിക്ക് കിട്ടാനുള്ള ബാക്കി പൈസ എടുത്ത് കൊടുക്കണം. 10,000 രൂപ എന്ന് അഡ്വാൻസ് തന്നിരുന്നല്ലോ, ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്യാഷ് ആണെന്നും 1 രൂപ പോലും കുറച്ചിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ പൈസയുടെ ചെക്കും രേവതിക്ക് കൊടുത്തു. രേവതി 2 കൈ നീട്ടി മേടിച്ച് നന്ദി പറയാം സാറിനോട്. അപ്പോൾ വർഷങ്ങളായി സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഓർഡർ കൊടുത്തത് ഹേമ മാഡത്തിനാണെന്നും ആദ്യമായിട്ടാണ് വേറൊരാൾക്ക് കൊടുക്കുന്നതെന്ന കാര്യവും പറയണം. ഓർഡർ രേവതിക്ക് തന്നു എന്നറിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന കാര്യവും പറയാം. അവരൊരു പ്രത്യേക ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുന്നു. പറഞ്ഞു തീർന്നില്ല. അതെ മേഡം അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ആദ്യം ഒരു ചേട്ടനെ ഇറങ്ങിയത്. കൊള്ളാം, അടിപൊളി സെറ്റപ്പ്, ഉയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നതേ ഡോറ് തുറക്കുന്നു. മേഡം വരുന്നതല്ലേ. അപ്പോൾ മേഡത്തിൻ്റെ ആ ഒരു വരവും സെറ്റപ്പൊക്കെ കണ്ട് ഭയങ്കര ഹൈ ലെവൽ ടീമായിട്ടാണ് പുള്ളിക്കാരി വരുന്നത്. വന്ന് കയറിയപ്പോഴത്തേക്കും ആ ഡ്രൈവറുടെ ചെവിക്കൊക്കെ പിടിച്ച് വലിച്ചൊക്കെ പറിക്കുകയാണ്. ഡോറ് തുറക്കാൻ താമസിച്ചെന്നും പറഞ്ഞു. ആ സമയത്ത് അകത്തിരുന്ന നമ്മുടെ രേവതി ആ ചേട്ടനോട് ഈ ഹേമ മേഡം എന്ന് പറയുന്നത് കുഴപ്പക്കാരിയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. സാർ, ഞാൻ അവരുടെ ഓർഡർ തട്ടിയെടുത്തതൊന്നും അല്ലല്ലോ എന്ന് പറയാം രേവതി. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങൾ അത് വിശ്വസിച്ച് എനിക്ക് ആ ഓർഡർ തന്നു. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു വർക്ക് മാത്രം തന്നാൽ മതി എന്ന് പറയാണ്. പിന്നെ അല്ല, ഇനിയിപ്പോൾ എനിക്ക് തരാതെ അവർക്ക് വർക്ക് കൊടുത്താലും എനിക്കതിൽ വിഷയമൊന്നുമില്ല കേട്ടോ എന്നും രേവതി പറയുകയാണ്. അയാൾ അന്തം പെട്ട് നോക്കിയിരിക്കാം. എല്ലാവരും ജോലി ചെയ്യുന്ന ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ സാർ. അപ്പോൾ രേവതി ഇങ്ങനെയൊക്കെ പറയും. രേവതിയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ അവരൊന്നും ആർക്കും ഒന്നും വിട്ടുകൊടുക്കില്ല എന്നും പറയാം ഇദ്ദേഹം. അവരുടെ കീഴിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്, വലിയ ടീമാണ് അവരെന്നും പറയുവാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പം ശരി സാർ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. രേവതി അങ്ങ് ഇറങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരി അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കാം. ഒരു സാധാരണക്കാരി അവരെ രേവതിയെ കാണുന്നത്. അപ്പോൾ രേവതി ഇവരെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോരുന്നു. രേവതി ഇങ്ങ് പോയി അവർ നേരെ ഇടിച്ച് കയറി ആ സാറിൻ്റെ അടുത്തേക്ക് ചെന്നു. നമസ്കാരം മേഡം എന്ന് പറഞ്ഞ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യമായിട്ട് അദ്ദേഹം പുള്ളിക്കാരോട് സംസാരിക്കാം. കാലും കയറ്റിയൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മേഡം വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞപ്പം അതെ, ആ മാനേജറുടെ മുഖത്ത് ശരിക്കും കാണാനുണ്ടെന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയുണ്ട് മേഡം, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം അത്ര സുഖമല്ല എന്നാ പുള്ളിക്കാരി പറയാം മേഡത്തിനോട്. സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഓർഡർ മാനേജർ വേറൊരാൾക്ക് കൊടുത്തു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. എന്താ ഒന്നും പറയാനില്ലേ എന്നാ മേഡം ചോദിക്കുക. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്ന കാര്യം ഞാൻ കുറച്ച് മുമ്പാണ് അറിഞ്ഞതെന്നും അപ്പം തന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നെന്നും പറഞ്ഞു. അപ്പം മേഡം ഞാനല്ല ഓർഡർ കൊടുത്തതെന്ന് പറഞ്ഞു. എന്താ ഞാനാണോ കള്ളം പറയുന്നത്? ആണോടാ പ്രേമ? അല്ല എന്നും പറഞ്ഞ് കൂടെയുള്ള ആൾ മാനേജർ വേറൊരാൾക്ക് ഡെക്കറേഷൻ കൊടുക്കാനുള്ള ഓർഡർ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞപ്പം അയ്യോ അത് ഞാൻ കൊടുത്തല്ല എന്നാ സാറ് പറയാം. ആ പുള്ളിക്കാരി ഓണറെ പോയി കണ്ടെന്നും ഓണറാണ് ഓർഡർ കൊടുത്തതെന്നുള്ള കാര്യവും പറയുന്നു. ഓണർ പറഞ്ഞിട്ട് നീ കൊടുത്തു എന്ന് പറയാനായിട്ട് പറയുക. പിന്നെ അതല്ലേ ശരിയെന്നും ചോദിച്ചു. ഇതുവരെ നിങ്ങൾക്ക് ഞാൻ കമ്മീഷൻ തരാതിരുന്നിട്ടുണ്ടോ എന്ന് ഈ പുള്ളിക്കാരി ചോദിക്കുക കേട്ടോ. ആ ചേട്ടൻ അവിടെ ഇട്ട് പൊരിക്കുക. ഈ ഏരിയയിലെ എല്ലാ ഓഡിറ്റോറിയത്തിലും ഡെക്കറേഷൻ ചെയ്യുന്നത് ഈ ഹേമയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നും ചോദിച്ചു. പിന്നെന്തിനാ വേറൊരാൾക്ക് ഓർഡർ കൊടുത്തതെന്ന് ചോദിച്ച് ഇങ്ങനെ കിടന്ന് പേടിപ്പിക്കുകയാണ്. ഞാൻ മാത്രം മതി ഇവിടെ, വേറെ ആരും വേണ്ട. ഏതാ പെണ്ണെന്ന് ചോദിക്കുമ്പോൾ അത് അവളിപ്പോൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രേവതി കൊണ്ടേ കാണിച്ചു കൊടുക്കുക. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് പോകുന്നു. രേവതി തന്നെ ഇവർ തുറച്ചു നോക്കി നിൽക്കുക. പ്രേമ വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് പൈസ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ കമ്മീഷനാണെന്ന് പറഞ്ഞു. അതിന് ഞാൻ മേഡത്തിന് ഓർഡർ പിടിച്ചൊന്നും തന്നില്ലല്ലോ. ഇത്തവണ ഓണർ പറഞ്ഞിട്ട് ആ പെണ്ണിന് ഓർഡർ കൊടുത്തു. അപ്പം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിയില്ലല്ലോ. ഇത് വാങ്ങിച്ചോളാൻ പറഞ്ഞ് ഹേമ ഇങ്ങനെ പറയാം. ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ പൈസ അവരുടെ നേരെ വെച്ച് നീട്ടി അയാൾ അത് വാങ്ങിച്ചു. ഇയാളെ കുറേ പേടിപ്പിച്ചിട്ട് ആ പുള്ളിക്കാരി ഇറങ്ങി പോവുകയും ചെയ്തു. ആ സമയം കൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുക കേട്ടോ. രേവതി എന്നിട്ട് നേരെ വീട്ടിലേക്ക് ചെന്നു.
രാത്രിയായി. അപ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ചെന്നപ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് ചെല്ലുന്നു വിളിക്കുക. അപ്പോൾ എന്താ മോളെ വൈകിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഫംഗ്ഷന് പൂ കൊടുക്കാനുണ്ടായിരുന്നു, അതിനിടയിൽ ഓഡിറ്റോറിയത്തിലും പോവേണ്ടി വന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു ഫംഗ്ഷനും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ചന്ദ്ര. നേരത്തെ കാലത്ത് വീട്ടിൽ വന്നില്ലേ സ്വഭാവം മാറും, പറഞ്ഞേക്കാം, തോന്നുന്നത് പോലെ പോകാൻ വരാൻ ഇത് നിൻ്റെ വീടല്ല എന്ന് രേവതിയോട് ചന്ദ്ര. അപ്പോൾ അതെ അവരുടെ ജോലി അങ്ങനെയുള്ള ജോലിയാണ്, ചിലപ്പോൾ കുറച്ച് വൈകിയെന്നൊക്കെ ഇരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ രേവതി ഒന്ന് ചിരിച്ചു. അച്ഛാ അച്ഛാ സ്വീറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി കൊണ്ടേ കൊടുത്തു. കഴിഞ്ഞ ദിവസമല്ലേ മോള് സ്വീറ്റ്സ് കൊണ്ടുവന്നേ, ഇന്നെന്താ സ്വീറ്റ്സ് കൊണ്ടുവരാൻ കാരണമെന്ന് ചോദിച്ചു അച്ഛൻ. ഇന്നെന്താ പ്രത്യേകിച്ച് വിശേഷം? അത് പിന്നെ അച്ഛനെ എടുക്കുക, ഞാൻ പറയാമെന്ന് രേവതി. ചന്ദ്ര ഇങ്ങനെ എന്തായാലും ദേഷ്യപ്പെടുത്തി ഇങ്ങനെ നോക്കിയിരിക്കും, ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും കണ്ടട്ടെ. അപ്പോൾ അച്ഛൻ എടുത്തു, ഒരു തുള്ളി കഴിച്ചു. അന്നേരം ഷുഗർ ആണെന്നുള്ള കാര്യം ഓർമ്മ വേണേ, പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അന്നേരത്തേക്കും കുശുമ്പം കുന്നായ്മ അവിടെ ഇരുന്ന് കാണിക്കാൻ തുടങ്ങി. ഈ നേരത്താണോടി സ്വീറ്റ്സും കൊണ്ട് വരുന്നേ എന്നും ചോദിച്ചുകൊണ്ട് രണ്ട് ഒച്ച എടുക്കലും. എന്തോ നല്ല കാര്യം നടന്നിട്ടുണ്ട്, അതാണ് മോള് സ്വീറ്റ്സുമായിട്ട് വന്നതെന്ന് പറയുമ്പം ഞാൻ ഓഡിറ്റോറിയത്തിൽ ആദ്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്തേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും നല്ല അഭിപ്രായമാണെന്നും പറയാം. ആ ഓഡിറ്റോറിയത്തിലെ ഇനിയുള്ള എല്ലാ കല്യാണത്തിൻ്റെയും ഓർഡർ എനിക്ക് തരാമെന്നാണ് മാനേജർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം ഓഫ് ഒക്കടെ വരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ. ഇപ്പോൾ സക്സസ് ആയല്ലേ മോളെ, അപ്പോൾ അതാണ് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നതല്ലേ. മോള് നോക്കിക്കോ, ആ ഓഡിറ്റോറിയത്തിലെ മാത്രമല്ല ഈ പരിസരത്തുള്ള എല്ലാ ഓഡിറ്റോറിയത്തിൻ്റെയും വർക്ക് മോൾക്ക് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നും പറഞ്ഞ് ചന്ദ്ര. കല്യാണം കഴിക്കുന്നതിന് മുൻപേ എനിക്ക് ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നതൊന്നും നടന്നില്ല. പക്ഷേ ഇപ്പം നടന്നു എന്ന് പറയുമ്പോൾ ഐശ്വര്യമുള്ള വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നടന്നു, അങ്ങനെ പറയടി എന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുക ചന്ദ്ര. അന്നേരം ചന്ദ്ര ദേ സ്വീറ്റ്സ് എടുക്കുക. അപ്പോൾ എനിക്കങ്ങും വേണ്ട. ഉറപ്പിച്ചോ നീ വേണ്ടാന്ന്? വേണ്ട, എനിക്കങ്ങും വേണ്ട. കുറച്ച് ചന്ദ്ര ഇവിടെ ഇരിക്കുമ്പം എന്നാൽ ചന്ദ്ര ഒന്ന് എഴുന്നേറ്റേ എന്ന് രവിയേട്ടൻ. എന്തിനാ? എഴുന്നേക്ക് ചന്ദ്രയെ. അപ്പം ചന്ദ്ര എഴുന്നേറ്റു, രവിയേട്ടൻ എഴുന്നേറ്റു. ഇത് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട. കഴിക്ക് ചന്ദ്രയെ. അപ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു വാ തുറക്കുമ്പോഴത്തേക്ക് ആ വായിക്കകത്തേക്ക് തള്ളിക്കയറ്റി വെച്ച് കൊടുത്തു രവിയേട്ടൻ. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഇങ്ങനെ കേൾപ്പിക്കും. അപ്പോൾ രേവതിക്ക് ഇത് കണ്ടപ്പോൾ ചിരി. രേവതി അവിടെ നിന്ന് വാവത്ത് ചിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു വീട്ടിലൊരാൾക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും കൂടി ഇത് ഷെയർ ചെയ്യണം. അത് നിനക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചന്ദ്രയെ. എന്നിട്ടത് മേടിച്ച് തിന്നുവാണ്. അപ്പോഴത്തേക്ക് സച്ചി ഇറങ്ങി വന്നു. രേവതി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ രേവതിയുടെ ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു രേവതി. അല്ല ഇതെന്താ നീ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നത്? അപ്പോൾ രേവതി മോള് കൊണ്ടുവന്നു. നീ കഴിക്കാൻ പറഞ്ഞു അച്ഛൻ. ഞാൻ കഴിച്ചോളാം അച്ഛാ. അതെ ഓഡിറ്റോറിയത്തിൽ ഡെക്കറേഷൻ ചെയ്തില്ല സച്ചേട്ടാ, അതെനിക്ക് നല്ല അഭിപ്രായം കിട്ടി, ഒപ്പം നല്ല വരുമാനവും കിട്ടിയെന്ന് പറയുമ്പോൾ ഗുഡ്. അല്ല താജ്മഹൽ അല്ലേ എന്ന് വെച്ചാൽ നീ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര ലഡുതീറ്റയും കഴിഞ്ഞിരുന്നു പറയാം. അവിടെ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് പ്രണയത്തിൻ്റെ സ്മാരകമാണെന്നും ചുമ്മാ ഇരുന്ന് അങ്ങ് പറഞ്ഞോളൂ എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. ഇനി വേണോ ചന്ദ്രയ്ക്ക് ലഡു എന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ ചെന്നു. എൻ്റെ പൊന്നെ ഞാൻ വേണ്ടാതിരിക്കണം, അതിനല്ലേ എൻ്റെ വായിലേക്ക് ഇത് കുത്തിത്തിരിക്കി തരുന്നതെന്ന് ചോദിക്കുക. എനിക്കങ്ങ് വേണ്ട, ഞാനൊന്നും പറയുന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ഇരിക്കണം. അന്നേരത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക. അപ്പോഴേക്കും എന്തേ നമ്മുടെ ക്രോർ മുതലാളികൾ വരുന്നു. മക്കളെ കണ്ടപ്പോഴത്തേക്ക് അമ്മ 4 കാര്യം പറിച്ചാ ചെല്ലുന്നേ. എൻ്റെ മക്കൾ വന്നോ? അയ്യോ നിങ്ങൾ പോയി വീട് നോക്കിയിരുന്നോ? എങ്ങനെയുണ്ട്? സൂപ്പർ വീടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂപ്പർ വീടാ ആൻറ്റി, സൂപ്പറാന്നൊരു ശ്രുതി. വീട് ഞങ്ങളങ്ങ് വാങ്ങിക്കാം തീരുമാനിച്ചു, ഇനി അതിലൊരു മാറ്റമില്ലെന്ന് പറഞ്ഞു. ഇനി എന്ത് മാറ്റാനാ? പോകുന്നു, കാശ് കൊടുക്കുന്നു, വാങ്ങുന്നു എന്ന് ചന്ദ്ര. പിന്നെ അല്ലാണ്ടെന്ന് പറഞ്ഞ ശ്രുതി. ഇതേ നോക്കച്ചാ, അച്ഛാ ആ വീടൊന്ന് കാണേണ്ടതാ എൻ്റെ അച്ഛാ. ഞാൻ വാങ്ങുന്ന വീടായതുകൊണ്ട് പറയുന്നതല്ല, അതിനകത്ത് കയറിയപ്പോഴേ സ്വർഗലോകത്ത് കയറിയതുപോലെ ഉണ്ടായിരുന്നു. അച്ഛാ അതെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊരു വീടാണോ അച്ഛാ, ഒരു വീടാണോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛനും ചച്ചിക്കും ദേഷ്യം വന്നു, രേവതിക്ക് സങ്കടവും വന്നു. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ശ്രുതി നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് 2 എണ്ണങ്ങളും കൂടി അച്ഛന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന് കുറച്ച് സമയത്തിനുള്ളിൽ ഇതെല്ലാം കൂടി ചെയ്തു തീർക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്തു തീർക്കും? എൻ്റെ ദൈവം എല്ലാത്തിനും ഞാൻ ഒറ്റ മാത്രം. ശ്രുതി നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചോണ്ട് മക്കളെ ഞാനും വരുവാടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കൂടെ പോയി. അപ്പോഴേക്കും എൻ്റെ അമ്മേ എന്താണ് ഇവിടെ ഇപ്പോൾ നടന്നത്? ഇതിനെയൊക്കെ സമ്മതിക്കണം. അപ്പോൾ വലിയ വീട് മേടിക്കാൻ മാത്രമുള്ള കാശുണ്ടോ അച്ഛൻ അവൻ്റെ കയ്യിൽ? എനിക്കറിയില്ല സച്ചി, മക്കൾ പറയുന്നതല്ലേ അച്ഛനമ്മമാർ വിശ്വസിക്കത്തുള്ളൂ. പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കഴിയുമ്പോഴല്ലേ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയണു. അവൻ ഉയരുന്നതേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ ആ ഉയർച്ചയ്ക്ക് ദൈവം എന്ത് വിലയാണ് ഈടാക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം സച്ചിയും രേവതിയും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.